അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ്റെ 302ാമത്തെ ചോദ്യം. പാലിയോ ജീനോമിക്സ് ഈസ് എ ഫീൽഡ് ഓഫ് സയൻസ് ബേസ്ഡ് ഓൺ ദ റീകൺസ്ട്രക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ജീനോമിക് ഇൻഫർമേഷൻ ഇൻ എക്സ്റ്റിൻറ്റ് സ്പീഷീസ്. എക്സ്റ്റിൻറ്റ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, വംശനാശം സംഭവിച്ച ജീവജാലങ്ങൾ എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പം എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വംശനാശം സംഭവിച്ച ജീവജാലങ്ങൾ. അപ്പം വാട്ട് ഈസ് പാലിയോ ജീനോമിക്സ് എന്ന് വെച്ചാൽ എന്താണ്? പാലിയോ ജീനോമിക്സ് എന്ന് വെച്ചാൽ ഈസ് ദ ഫീൽഡ് ഓഫ് സയൻസ്, അതായത് ഒരു സയൻസിൻ്റെ ശാസ്ത്രശാഖയാണ്. ബേസ്ഡ് ഓൺ ദ റീകൺസ്ട്രക്ഷൻ, അതായത് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, ആൻഡ് അനാലിസിസ്, അതിന് ശേഷം അതിനെ വിശകലനം ചെയ്യുന്നു. എന്താണ്? ജീനോമിക് ഇൻഫർമേഷൻ, അതായത് ജീനുകളെക്കുറിച്ച് കിട്ടുന്ന ഇൻഫർമേഷനുകളെ ഇൻ എക്സ്റ്റിൻറ്റ് സ്പീഷീസ്, അതായത് വംശനാശം സംഭവിച്ച ജീവികളുടെ ജീനുകളെക്കുറിച്ച് പഠിക്കുകയും അവയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരാണ് പാലിയോ ജീനോമിക്സ്. ഓക്കെ, ഇനി 303ാമത്തെ ചോദ്യം. ദ സ്വീഡിഷ് എവല്യൂഷണറി സയൻറ്റിസ്റ്റ് സ്വാൻഡെ പോബോ laid the foundation for the branch of science called പാലിയോജീനോമിക്സ്. ആരാണ് പാലിയോജീനോമിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖയ്ക്ക് അടിസ്ഥാനം കുറിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമുക്ക് എഴുതാം, ഹൂ ഹാസ് ലേഡ് ഫൗണ്ടേഷൻ ഫോർ പാലിയോജീനോമിക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക ദ സ്വീഡിഷ് എവല്യൂഷണറി ജനറ്റിസ്റ്റ്, അതായത് ജീവശാസ്ത്രത്തിൻ്റെ ജനറ്റിക്സുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്വാൻഡെ പാബോ എന്ന് പറയുന്ന സ്വീഡിഷ് ആയിട്ടുള്ള, അതായത് സ്വീഡനിലുള്ള ശാസ്ത്രജ്ഞനാണ് പാലിയോ ജീനോമിക്സ് എന്ന ശാസ്ത്രശാഖയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് തുടങ്ങിയത്. ഇനി 304ാമത്തെ ചോദ്യം. സ്വാൻഡെ പാബോ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 2022, അതായത് വെൻ ഡിഡ് സ്വാൻഡെ പാബോ റിസീവ് നോബൽ പ്രൈസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക സ്വാൻഡെ പാബോ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 2022. എന്തിനാണ്? ഫോർ ഹിസ് ലേറ്റ് ഡിസ്കവറീസ് ഇൻ ദ ജീനോം ഓഫ് എക്സ്റ്റിൻറ്റ് ഹോമീനീസ്, അതായത് എക്സ്റ്റിൻറ്റ് വംശനാശം സംഭവിച്ച ഹോമീനീസ് എന്ന് പറയുന്ന ജീവജാലത്തിൻ്റെ പഠനത്തിനെ കുറിച്ചാണ്. ആൻഡ് അബൌട്ട് ഹ്യൂമൻ എവല്യൂഷൻ, അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അല്ലെങ്കിൽ എവല്യൂഷൻ പരിണാമം സംഭവിച്ചതിൽ ഹോമീനീസ് എന്ന് പറയുന്ന വംശനാശം സംഭവിച്ച ജീവജാലങ്ങളുടെ ജീനുകളുമായിട്ടുള്ള ആ ഒരു പഠനത്തിനാണ് നോബൽ പ്രൈസ് സ്വാൻഡെ പാബോയ്ക്ക് 2022 നൽകിയത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്, അല്ലെങ്കിൽ 108ാമത്തെ പേജിലേക്കാണ്. ഓക്കെ, 305ാമത്തെ ചോദ്യം. ഓക്കെ, പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ഒക്വർ അക്കോർഡിംഗ് ടു സ്റ്റിമുലി, അതായത് ഉദ്ദീപനങ്ങൾക്കനുസരിച്ചാണ് പ്ലാന്റ് അല്ലെങ്കിൽ സസ്യങ്ങളുടെ ചലനം നടക്കുന്നത്. ഹൗ ഡു പ്ലാന്റ്സ് മൂവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം പ്ലാന്റ് മൂവ്സ് ഒക്വർ, അല്ലെങ്കിൽ പ്ലാന്റ് മൂവ്സ് അക്കോർഡിംഗ് ടു സ്റ്റിമുലി, അതായത് ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് പ്ലാന്റുകൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ചലിക്കുന്നു. ഓക്കെ, ഇനി 306ാമത്തെ ചോദ്യം. ദ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇൻസ്റ്റിഗേഷൻ ദാറ്റ് എവോക്ക് റെസ്പോൺസ് ഇൻ എ ലിവിങ് ഓർഗാനിസം ഈസ് കോൾഡ് സ്റ്റിമുലസ്. എന്താണ് സ്റ്റിമുലസ്? വാട്ട് ഈസ് സ്റ്റിമുലസ്? സ്റ്റിമുലസ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിന് നമ്മൾ നൽകേണ്ട ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ, ജീവജാലങ്ങളിൽ പ്രതികരണത്തിന് കാരണമാകുന്ന ആന്തരികമായോ ബാഹ്യമായോ ഉള്ള പ്രേരണയ്ക്കാണ് ഈ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. ദ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ, അതായത് ആന്തരികമായോ ബാഹ്യമായിട്ടോ ഉള്ള ഇൻസ്റ്റിഗേഷൻ, പ്രേരണ, അതിൻ്റെ പരിണിതഫലമായിട്ട് എന്താ ചെയ്യുന്നത്? അതിൻ്റെ പരിണിതമായിട്ട് എവോക്ക് റെസ്പോൺസ്, ഒരു ഉത്തരം അല്ലെങ്കിൽ അതിലൊരു ചലനം അല്ലെങ്കിൽ അതിലൊരു പ്രതികരണം ഉണ്ടാക്കുന്നു. എന്തിൽ? ലിവിങ് ഓർഗാനിസം, ജീവജാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണത്തിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. അപ്പോൾ ആന്തരികമായോ ബാഹ്യമായോ ജീവജാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ നമുക്ക് എന്ത് പറയാം? സ്റ്റിമുലസ് എന്ന് വിളിക്കാം. ഇനി 307ാമത്തെ ചോദ്യം. ലൈറ്റ്, വാട്ടർ, ഗ്രാവിറ്റി, ടച്ച്, chemical substances etc. are stimuli that cause plant movements. അതായത് ഏതെല്ലാമാണ് ഒരു പ്ലാന്റിൽ ഉദ്ദീപനം ഉണ്ടാക്കുന്നത്?
പ്രകാശമായിരിക്കാം, വെള്ളമായിരിക്കാം, ഗ്രാവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ സ്പർശനമായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ കെമിക്കൽസ് ആയിരിക്കാം. ഇങ്ങനെയുള്ള ഏത് വേണമെങ്കിലും ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു സസ്യത്തിൽ എന്ത് ചെയ്യാം? ഉദ്ദീപനം ഉണ്ടാക്കുകയും അവയിൽ ചലനം ഉണ്ടാക്കുകയും സാധ്യമാണ്. ഇനി 308ാമത്തെ ചോദ്യം. ദ മോസ്റ്റ് കോമൺ ട്രോപ്പിസംസ് ആർ ഫോട്ടോട്രോപ്പിസം. അതായത് ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്ന ഉദ്ദീപനത്തിനനുസൃതമായിട്ടുള്ള ചലനത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുവാണ് വാട്ട് ഈസ് ഫോട്ടോട്രോപ്പിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റവും ഉദ്ദീപനത്തിനനുസൃതമായിട്ട്, അതായത് പ്രകാശോദ്ദീപനത്തിനനുസൃതമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ദിശയ്ക്കനുസരിച്ചുള്ള ആ ചലനത്തിനെ നമ്മൾ എന്ത് വിളിക്കാം? ഫോട്ടോട്രോപ്പിസം എന്ന് വിളിക്കാവുന്നതാണ്. ഫോട്ടോട്രോപ്പിസം ഓഫ് ലൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അത് ഗ്രാവിട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? അതിന് വിളിക്കാവുന്ന പേരാണ് ഗ്രാവിറ്റിക്ക് അനുസൃതമായിട്ട്, ഗ്രാവിറ്റി നൽകുന്ന ഉദ്ദീപനത്തിന് അനുസൃതമായിട്ടുള്ളത്. ആൻഡ് സ്റ്റിഗ്മോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസ് ടു ടച്ച്, അതായത് സ്പർശനത്തിന് അടിസ്ഥാനപ്പെടുത്തി ഉള്ള ചലനത്തിനെയാണ്. അതായത് മോസ്റ്റ് കോമൺ ട്രോപ്പിസംസ് ആർ ഫോട്ടോട്രോപ്പിസം എന്ന് വെച്ചാൽ പ്രകാശത്തിനനുസൃതമായ ചലനം. ഗ്രാവിട്രോപ്പിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റിക്ക് അനുസൃതമായിട്ടുള്ള ചലനം. സ്റ്റിഗ്മോട്രോപ്പിസം അതായത് സ്പർശനത്തിനനുസൃതമായിട്ടുള്ള ചലനം. ഇത്തരത്തിലുള്ളവയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ട്രോപ്പിസം അല്ലെങ്കിൽ ഉദ്ദീപനത്തിന് അനുസൃതമായിട്ടുള്ള ചലനങ്ങൾ. ഓക്കെ, ഇനി 309ാമത്തെ ചോദ്യം. Tropism happens when a plant moves in response to an external stimulus in the environment. അതായത് when tropism happens, എപ്പോഴാണ് ഉദ്ദീപനത്തിനനുസൃതമായിട്ട് ഒരു ചലനം ഒരു സസ്യത്തിൽ സംഭവിക്കുന്നത്? ഒക്കെ അതിന് ഉത്തരം എങ്ങനെയാണ്? ട്രോപ്പിസം സംഭവിക്കുന്നത് when plants move, പ്ലാന്റുകൾ ചലിക്കുമ്പോൾ, in response to external stimulus in the environment. അതായത് അന്തരീക്ഷത്തിലുള്ള ഏതെങ്കിലും ഒരു ഉദ്ദീപന സ്റ്റിമുലസിന് റെസ്പോണ്ടായിട്ട്, പ്രത്യുത്തരമായിട്ട് ഒരു പ്ലാന്റിലുണ്ടാകുന്ന ചലനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രോപ്പിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ട്രോപ്പിസം സംഭവിക്കുന്നു. ഓക്കെ, ഇനി 310ാമത്തെ ചോദ്യം. വി ക്യാൻ ഡിവൈഡ് ദ പ്ലാന്റ് മൂവ്മെൻറ്റ്സ് ആസ് ട്രോപ്പിക് മൂവ്മെൻറ്റ് ആൻഡ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. അതായത് നമുക്ക് ഒരു സസ്യത്തിൻ്റെ ചലനത്തെ രണ്ട് രീതിയിൽ വിഭജിക്കാം. ഒന്ന് ട്രോപ്പിക് മൂവ്മെൻറ്റ്, രണ്ട് നാസ്റ്റിക് മൂവ്മെൻറ്റ്. അപ്പോൾ ഇനി 311ാമത്തെ ചോദ്യം ഇതാണ്. ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഓഫ് ദ പ്ലാന്റ്സ് ഹാപ്പൻസ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. അതായത് വാട്ട് ഈസ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്? ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിന് ലഭിക്കുന്ന ഉദ്ദീപനത്തിൻ്റെ സൈഡിലേക്കുണ്ടാകുന്ന ചലനത്തെയാണ് എന്ത് പറയുന്നത്? ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ് ഹാപ്പൻസ് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്, അതായത് സ്റ്റിമുലിക്ക് അടിസ്ഥാനപ്പെടുത്തി നടക്കുന്നു. ഇനി 312ാമത്തെ ചോദ്യം. നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. അതായത് നാസ്റ്റിക് മൂവ്മെൻറ്റ് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു സസ്യത്തിനുണ്ടാകുന്ന ചലനം അത് നൽകുന്ന ഉദ്ദീപനത്തിനനുസൃതം അല്ലാത്ത, അല്ലെങ്കിൽ അതിന് വിപരീത ദിശയിലേക്കുള്ള ഒരു ചലനത്തിനെയാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് നാസ്റ്റിക് മൂവ്മെൻറ്റ്? നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് ഓഫ് പ്ലാന്റ്സ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡിറക്ഷൻ ഓഫ് ദ സ്റ്റിമുലസ്. അതായത് സ്റ്റിമുലസിൻ്റെ ഡിറക്ഷൻ അല്ലാതെ ഉണ്ടാകുന്ന ചലനങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത്? നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.